കുറേ നാളായി നമ്മളൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയിട്ട്. ഞാനും മഹേഷ് ചേട്ടനും ഉണ്ടാക്കുമ്പം എപ്പോഴും ഇതൊരു ഫ്ലോപ്പ് ഷോ ആണ്. പക്ഷേ ഇന്ന് ഇതാരാ ഉണ്ടാക്കിയത്? നമ്മുടെ അച്ചു. സോ അച്ചു ഒരു നല്ല ഷെഫ് ആവാനുള്ള എല്ലാ ഇതും ഉണ്ടിടാം കേട്ടോ. അത് കുഴപ്പമില്ല, എന്തായാലും മസാലയല്ലേ, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഞങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് കാണണം. പക്ഷേ എനിക്കിതിൻ്റെ ഈ റൈസില്ലേ ആ കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ പുകയാണല്ലോ, ഒരു മിനിറ്റ് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഗൈസ്, നമ്മുടെ ബിരിയാണി ഇസ് റെഡി. ആൻഡ് ദ മെയിൻ പ്രത്യേകത ഇതിൻ്റെ റൈസാണ്. നമ്മുടെ ഈ ഹോട്ടലിലൊക്കെ വരുന്ന അതേപോലത്തെ ഒരു ടെക്സ്ചറാണ് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റിയ. എവറിത്തിങ് ഇസ് സോ യമ്മി. കഴിക്കാതെ തന്നെ എൻ്റെ വായിന്ന് വെള്ളം വരുന്ന കൊഞ്ചി നോക്കടി. അച്ചുച്ചാട്ടൻ സൂപ്പർ ബിരിയാണി ഉണ്ടാക്കി. അടിപൊളി അച്ചു, തകർത്തടാ. നീ നല്ലൊരു ഷെഫാവും കേട്ടോ. ഗൈസ്, അച്ചുവിൻ്റെ ബിരിയാണി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. എനിക്കിതിൻ്റെ റൈസാണ് ഒന്നിൽ തൊടാതെ കിടക്കുന്ന റൈസ്. യൂഷ്വലി ഇത് അടുക്കി പിടിക്കുന്നതൊക്കെയാണ്, പിടിച്ചിട്ടില്ല. ഹാവൻസി യമി യമി. ആൻഡ് ചിക്കനും എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. വെരി വെരി ടേസ്റ്റി. എനിക്കും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കണം. ഇതേപോലെ ഐ വോണ്ട് ദിസ് റൈസ് ടു ബി ലൈക്ക് ഇങ്ങനെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന മാതിരി ആ ഒരു ടെക്സ്ചർ എനിക്ക് വേണ്ട. ലവ്ഡ് ഇറ്റ്. യമി. എങ്ങനെ ഉണ്ടടി? അടിപൊളിയല്ലേ? ഞാൻ കഴിക്കുന്നില്ലയോ ഗായ്സ്? അടിപൊളിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞാൻ അത്രയും ഐ ലവ്ഡ് ഇറ്റ്. യമി. അപ്പോൾ മറ്റൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ചോദിക്കുന്നതായിരിക്കും അവനോട് എങ്ങനെയാണ്.